വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമസ്കരിക്കുന്നവർക്ക് നാശം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ സഹാബാക്കൾ പേടിച്ചു പോവുകയാ. പ്രിയമുള്ളവരെ, സഹാബാക്കൾ അത്ഭുത സ്തംഭരായി നിന്നു പോവുകയാ. നബിയെ, നമസ്കരിക്കുന്നവർക്ക് നരകമോ? അല്ലാഹുവിന്റെ പ്രവാചകരോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നഅം, അതേ സഹാബത്തേ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണേ. സഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനില്ലദീന ഹും സ്വലാത്തിഹിം സാഹൂൻ. ഈ ആയത്ത് എന്തിന്റെ പേരിലാണ് നബിയേ? എന്തിനെ കുറിച്ചാണ് നബിയേ? ആരെ കുറിച്ചാണ് നബിയേ ഇറങ്ങിയതെന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആദരവാകുന്ന പ്രവാചകരോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഇതൊരുവന് വേണ്ടി ഇറങ്ങിയതാണ് സഹാബത്തേ. വാഖിറുഹാ നമസ്കാരത്തിൽ പിന്തി വരുന്നവർക്ക് വേണ്ടി ഇറങ്ങിയതാണ്. സമ്മാഹു മുസല്ലീൻ, അവരുടെ പേര് നമസ്കാരക്കാരെന്നൊക്കെ തന്നെയാണ്. പക്ഷേ അല്ലാഹു പറഞ്ഞതായി മുത്തുനബി പറയുകയാ, ഇവർക്ക് വയലെന്ന നരകമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് മഹാന്മാരായ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. എങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമെന്ന് അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? നമസ്കാരത്തിൽ പിന്തി വരുന്നവർക്ക് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ പറ്റി അശ്രദ്ധരാണ്, തോന്നിയ സമയത്ത് നമസ്കരിക്കുന്നവരാണ്, അവർക്കാണ് വയലെന്ന നരകം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലദീന ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. അതൊക്കെ എന്താണ്? സമയത്ത് നമസ്കരിക്കാതെ തോന്നിയ സമയത്ത് നമസ്കരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്ക് വയലെന്ന നരകമെങ്കിലേ ഈ നമസ്കരിക്കാത്തവർക്ക് എത്രമാത്രം വലിയ ശിക്ഷയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സമയത്ത് തോന്നിയ സമയത്ത് നമസ്കരിക്കുന്ന ചില ആളുകളുണ്ട്, എന്നിട്ട് ചെറിയ ചെറിയ ഉദറുകൾ കാരണങ്ങൾ പറയും. എടോ, സമയത്ത് നമസ്കരിക്കാത്തവർക്ക് വയലെന്ന നരകം അല്ലാഹു നൽകുമെങ്കിൽ നമസ്കരിക്കാത്തവർക്ക് എത്ര വലിയ ശിക്ഷയാണ് അല്ലാഹു നൽകുന്നതെന്ന് ചിന്തിക്കാത്തതെന്ത്, മനസ്സിലാക്കാത്തതെന്ത്? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എടോ, നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലയോ? പരാജയപ്പെട്ടു പോയി ജീവിതം. ഈ വയലെന്ന നരകം എത്രമാത്രമാണ്, എത്രമാത്രം ഭയാനകതയാണെന്ന് മനസ്സിലാക്കണോ. ഹദീസ് വേണോ? എന്നാ കേട്ടോ. സമയത്ത് നമസ്കരിക്കാത്തവർക്ക്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർക്കൊക്കെ വയലെന്ന നരകം അല്ലാഹു നൽകിയ
നൽകിയെങ്കിൽ ആ വയലെന്ന നരകം എത്രമാത്രം ഭയാനകതയാണ്. അപ്പോ നമസ്കരിക്കാത്തവർക്ക് എത്ര വലിയ ശിക്ഷയാണ് ലഭിക്കുന്നതെന്നും ഈ വയലെന്ന നരകത്തിന്റെ ഭയാനകത പറയുമ്പോൾ മനസ്സിലാക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാണ്, എന്താണ് വയലെന്ന നരകം മനസ്സിലാക്കുക? ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വയലെന്ന നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. പ്രിയമുള്ളവരെ, എന്താണ് വയലെന്ന നരകമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വഹുവ വാദിഉ ഫീ ജഹന്നമ, അത് നരകത്തിലെ ഒരു വലിയ ചെരുവാണ് വയലെന്ന നരകമെന്ന് ആദരവാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ തീർന്നില്ല അതിന്റെ ഭയാനകത. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുകയാ, ലൗ സുയ്യിറത്തിൽ ജിബാലു ദുനിയാ, ദുനിയാവിലെ പർവ്വതങ്ങളുണ്ടല്ലോ, ഈ ദുനിയാവിൽ കാണുന്ന പർവ്വതങ്ങളുണ്ടല്ലോ, ഈ ഭൂലോകത്തുള്ള പർവ്വതങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കെട്ടി വലിച്ചുകൊണ്ട് ആ ജഹന്നമെന്ന നരകത്തിലേക്ക് നീ കൊണ്ടുപോയാൽ ലദ്ദാബത്ത് മിൻ ശിദ്ദതി ഹരിഹാ, ആ നരകത്തിന്റെ ചൂട് കാരണത്താൽ, ഏത് നരകമാണ്? വയലെന്ന നരകമാണോ? ആ വയലെന്ന നരകത്തിന്റെ ചൂട് കാരണത്താൽ ഈ ദുനിയാവിലെ പർവ്വതങ്ങൾ പോലും ചൂളികളായി പോകുന്ന, ഭസ്മമായി പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞെങ്കിൽ നമസ്കാരത്തിൽ പിന്തി വരുന്നവർക്ക് ഇത്രയും വലിയ ശിക്ഷയായ, ഇത്രയും വലിയ ഭയാനകമായ വയലെന്ന നരകമാണ് അല്ലാഹു നൽകുന്നതെങ്കിൽ, ജീവിതത്തിൽ നമസ്കാരമേ ഇല്ലാത്തവരെ, സമയത്ത് നമസ്കരിക്കാത്തവരെ, നമസ്കാരം വല്ലപ്പോഴും നമസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒന്ന് മനസ്സിലാക്കണേ. നിനക്ക് അല്ലാഹു നാളെ ആഖിറത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എത്രമാത്രം വലിയ ശിക്ഷയാണെന്ന് മനസ്സിലാക്കണേ. എടോ, നമസ്കാരം ഉപേക്ഷിക്കുന്നത് എത്ര വലിയ പാപമാണെന്നറിയുമോ? ഒരു വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിന്റെ ഗൗരവം എന്തേ മനസ്സിലാക്കാത്തത് സഹോദരങ്ങളെ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.